ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതിയെ വിശ്വസിച്ച് വായ്പ എടുത്ത് സംരംഭം തുടങ്ങി കടക്കെണിയിലായിരിക്കുകയാണ് ഒരു യുവ ക്ഷീര കർഷകർ. മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം ഡയറി യൂണിറ്റ് സ്ഥാപിച്ച പത്തനംതിട്ട അടൂരിലെ യുവ ക്ഷീര കർഷക അശ്വതിയാണ് സർക്കാർ പദ്ധതിയിൽ കബളിപ്പിക്കപ്പെട്ടത്. 10 പശുക്കൾ, ബയോഗ്യാസ് പ്ലാന്റ്, പുല്ല് കട്ടർ, കറവയന്ത്രം, റബ്ബർ മാറ്റ് ഇത്രയും ഉൾപ്പെടെ 11.6 ലക്ഷം ചെലവ് വരുന്ന പദ്ധതിയാണിത്. സബ്സിഡിയായി 4.6 ലക്ഷം രൂപയാണ് വാഗ്ദാനം. ക്ഷീരമേഖലയിലേക്ക് യുവജനങ്ങളെ ആകർഷിക്കാൻ ആരംഭിച്ച പദ്ധതി ഗുണഭോക്താക്കൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഇവയെല്ലാം. പദ്ധതിയിൽ വിശ്വാസമർപ്പിച്ചു പണം മുടക്കി കടക്കണിയിലായിരിക്കുകയാണ് അടൂർ നെല്ലിമുകൾ സ്വദേശിനി അശ്വതി. പദ്ധതി പറഞ്ഞിരുന്നത് നമുക്ക് ഇത്ര രൂപ പശുവിന്റെ യൂണിറ്റ് തുടങ്ങാനുള്ള പൈസ നമുക്ക് സബ്സിഡി ആയിട്ട് 40% നൽകുമെന്ന് പറഞ്ഞു. ഇപ്പം ലോൺ ഫുള്ളായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വന്നു, സബ്സിഡി കിട്ടിയിട്ടില്ല. 2 പശുക്കളെ വളർത്തി ഉപജീവനം കഴിയുന്നതിനിടെയാണ് ക്ഷീരവകുപ്പിന്റെ പദ്ധതിയിൽ അശ്വതി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ബാങ്ക് ലോണും കടം വാങ്ങിയ പൈസയുമെല്ലാം സ്വരുക്കൂട്ടി ഡയറി ഫാം ആരംഭിച്ചു. എന്നാൽ സബ്സിഡി ഉൾപ്പെടെ നൽകാൻ പദ്ധതിയിൽ ഫണ്ടില്ലെന്ന് പറഞ്ഞ അധികാരികൾ കൈമലർത്തുകയാണ്. എനിക്കിത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എനിക്ക് തന്ന സൗകര്യമായിരിക്കും. എന്റെ കഷ്ടപ്പാട് കുറഞ്ഞിരിക്കും. കാരണം ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിത സാഹചര്യം കൂടി മെച്ചപ്പെടുത്താൻ പറ്റും. നമ്മളെയും കൂടെ പരിഗണിച്ച് വേണം സർക്കാർ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനെന്ന ക്ഷീരവകുപ്പിനോട് എനിക്ക് പറയാനുള്ളത്. നിലവിലെ വരുമാനം ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ പോലും തികയുന്നില്ല. ഫാമിലി ചിലവുകൾക്ക് പണമില്ല. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അശ്വതി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എത്രയും വേഗം ഇടപെടലുണ്ടാകണമെന്നാണ് ഈ യുവ കർഷകയുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.